ഹായ് ഓൾ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് റംഷീദയാണ്. റംഷീദ തൃശ്ശൂർ പെരുമ്പിലാവെന്ന് ഇന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. നമ്മുടെ സക്സസ് സെലിബ്രേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇനി നീറ്റ് എഴുതാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തായിരുന്നു റംഷീദയെ അവരുടെ ഡ്രീം കോളേജിലേക്ക് എത്തിക്കാൻ സഹായിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ റംഷീദ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്, ഏറ്റവും നല്ലൊരു സ്കോർ റംഷീദ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. കാരണം റംഷീദ് കൂടെ നടന്നു വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാവും ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം അവരും റംഷീദയെ പോലെ അല്ലെ, റംഷീദ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ആഗ്രഹിച്ചൊരു കാര്യം ഇന്ന് നടക്കാൻ പോവാണ് അല്ലേ. ഒരു വൈറ്റ് കോട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു സ്റ്റെത്ത് റംഷീദ് ആഗ്രഹിച്ചു. അപ്പോൾ അതിന്റെ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഇത് റംഷീദയോടൊപ്പം അത്ര തന്നെ ആഗ്രഹിച്ച പാരൻസുമായിട്ട് ഇവിടെ എത്തിയത് അല്ലെ. അപ്പോൾ എന്താണ് അന്ന് ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത്, ഈ സമയത്ത് കടന്നു പോകുമ്പോഴും ഇന്നിപ്പം എൻ്റെ മുന്നിൽ ഇവിടെ ഇരിക്കുന്ന സമയത്തുള്ള ആ ഒരു ഫീലിംഗ് എന്താണ്, വ്യത്യാസം എന്താ തോന്നുന്നത്? അന്ന് ആഗ്രഹിച്ചത് ഇപ്പോ നേരിട്ട് നടത്താൻ പറ്റി എന്നുള്ളൊരു അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ നീറ്റിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തുടക്കത്തിൽ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവില്ല, എങ്ങനെയായിരിക്കും ഇതിനൊരു പ്ലാൻ ചെയ്യേണ്ടത്? എങ്ങനെയായിരുന്നു റംഷീദയുടെ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു? ഇപ്പം മേജറായിട്ട് ഇപ്പം നമ്മുടെ മെറ്റീരിയൽസ് അല്ലേ, അതുപോലെ NCERT, DPP, അപ്പം എങ്ങനെയായിരുന്നു ഒരു മെത്തേഡ് ഓഫ് പ്ലാൻ, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ പ്ലാൻ? ബയോളജി ഫുള്ള് NCERT ലൈൻ ടു ലൈൻ തന്നെ വായിച്ചു. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാക്സിമം പ്രോബ്ലംസ് ചെയ്തു, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ. അതായത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ വരുന്ന വരെ നമ്മൾ എന്താക്കുന്നു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും അല്ലേ. പിന്നെ ഇപ്പം നമ്മുടെ സാറുമാരൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഷോർട്ട് നോട്ടോ ഇക്വേഷൻ ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഇക്വേഷൻ നോട്ട്സ് കാര്യങ്ങൾ ഫിസിക്സും കെമിസ്ട്രിക്കും അത് ചെയ്തു വെച്ചിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് റിവിഷൻ സമയത്തൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. റിവിഷൻ ആണല്ലോ നീറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പം വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവിഷന്റെ കാര്യം അല്ലേ. ഇപ്പോൾ സൈലത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും ഗംഭീരമായിട്ട് റിവിഷൻസും എക്സാംസും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ LMRP അല്ലെ, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എഫക്റ്റീവ്നെസ്? റംഷീദൊക്കെ എങ്ങനെയായിരുന്നു തോന്നിയെന്ന് പറയും. അതിലെനിക്ക് ഫിസിക്സ് കുറെ നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി പരിചയപ്പെടാൻ പറ്റി, പുതിയ കുറെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റി. പിന്നീട് പിന്നെ ബയോളജി ഒക്കെ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളൊക്കെ നന്നായി ഫോക്കസ്. നമ്മൾ ഒരു പ്രാവശ്യം NCERT കടന്നു പോയാൽ നമ്മൾ കാണാത്ത കാര്യങ്ങളെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും മറ്റൊക്കെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ട് വന്നു. പിന്നെ എനിക്ക് മറ്റു കുട്ടികളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു പോയിന്റുമായിട്ട് ബാക്കിയുള്ള ഒരുപാട് പോയിന്റുകളെ കണക്ട് ചെയ്യും അല്ലെ. സമ്മറിന്ന് വരെ, ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിന്ന് വരെ ക്വസ്റ്റ്യൻസ് ആക്കി ഇട്ടു എന്ന് പറഞ്ഞ നേരത്തെ ഒരാൾ. ഓക്കെ. അപ്പം പിന്നീട് ഇപ്പം ത്രൂ ഔട്ട് ആയിട്ട് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ കൊല്ലം അത്രയും ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലെ, ഏറ്റവും സന്തോഷമുള്ള ഈ സമയത്ത് ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ചെറിയ രീതിയിൽ ഡൗൺ ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നും അതുപോലെ സൈലത്തു നിന്നൊക്കെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? പാരന്റ്സും മെന്റേഴ്സും ഒക്കെ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും പറ്റും എന്നുള്ളൊരു വിശ്വാസം അവർ തന്നിരുന്നു. എങ്ങനെയായാലും നമ്മൾ എന്തായാലും അടുത്ത വർഷം നേടും അല്ലെ, ഡോക്ടർ ആവും എന്നുള്ളത് അവർ തന്നിരുന്നു. ഈ ഡോക്ടർ ആവുക എന്നുള്ളത് എങ്ങനെ, 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ശേഷം വന്ന ആഗ്രഹമാണോ, അല്ലെങ്കിൽ പണ്ട് മുതലേ ഉണ്ടോ? അല്ല, എനിക്ക് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹങ്ങൾ. ചെറുപ്പം തൊട്ടേ ആരും എന്താണ് അംബീഷൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഡോക്ടർ ആവണം എന്ന് പറയും അല്ലേ. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ അതിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഓക്കെ, റെഡി. അപ്പം പിന്നീട് ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അല്ലെ, GIB, അതായത് തുടക്കം മുതൽ നോർമലി നമ്മൾ എന്താ പറയാ, എക്സാംസിന് എല്ലാ ടോപ്പിക്കും കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്നതിന് പകരം ഒരു 3-4 ചാപ്റ്റർ കഴിയുന്നത് മുതൽ നമ്മൾ എന്താക്കാണ്, നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. കേരളത്തിലെ മുഴുവൻ കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്. GIBയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു റംഷീദൊക്കെ? അതെന്ന് പറയുമ്പോൾ നല്ലൊരു എക്സാം തന്നെയായിരുന്നു. നമുക്ക് ഒന്നുകൂടി റിവിഷൻ ഒക്കെ നന്നായി ചെയ്യാൻ പറ്റും. അതായത് ഇടയിലായിട്ട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചത് വരെയുള്ളതിന്റെ റിവിഷൻ നമുക്ക് ഒരു 720 മാർക്കുകളുടെ എക്സാം തുടക്കം മുതൽ നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, റെഡി. പിന്നെ ഇപ്പം മോക്ക് സീരീസ് അല്ലെ, നീറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ഫാക്ടറാണ് എന്ത്, മോക്ക് സീരീസ്. മോക്ക് എക്സാമുകൾ ഇപ്പോൾ 15-16 മോക്ക് എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു മോക്ക് എക്സാമിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റുകൾ എന്തൊക്കെയായിരുന്നു? മോക്ക് എക്സാം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടൈമിലൊക്കെ കറക്റ്റ് ഒരു നീറ്റിന്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ എക്സാം എഴുതാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഒരു 16ാമത്തെ എക്സാം ആയിട്ടായിരിക്കും ചിലപ്പം നീറ്റ് എഴുതുന്ന സമയത്ത് അങ്ങനെ വേറെ തന്നെ ഒരു എക്സാം ആണ്, അല്ലെങ്കിൽ ഞാൻ സാധാ മോക്ക് ചെയ്യുന്ന പോലെ എങ്ങനെ തോന്നിയത്? എങ്ങനെയായിരുന്നു നമ്മൾ ഇതുവരെ എഴുതിയ ആ ഒരു കറക്റ്റ് ആയിട്ട് നീറ്റിന്റെ പോലെ പാറ്റേൺ പോലെ തന്നെ അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ എന്തായാലും വളരെ സന്തോഷം അല്ലെ. ഇനി വരാൻ പോകുന്ന നീറ്റ് ആസ്പിരൻസിനോട് എന്താണ് റംഷീദൊക്കെ പറയാനുള്ളത്? നന്നായി ഹാർഡ് വർക്ക് ചെയ്യാം. നമ്മൾ എന്തായാലും പഠിച്ചാൽ അതിനുള്ളൊരു നല്ലൊരു വിജയം എന്തായാലും നമുക്ക് കിട്ടും അല്ലെ. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ട്രസ്റ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, ഡോക്ടർ ആകാൻ പറ്റും. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം.
നമ്മളെ സംബന്ധിച്ചോളം അല്ലേ, നമ്മുടെ ആഗ്രഹം നമ്മൾ നേടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ പാരൻസിനോടാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ. അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലോണം പഠിച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് സൊസൈറ്റിയിൽ സെർവ് ചെയ്യാൻ പറ്റിയ, ഫാമിലിക്ക് വേണ്ടി അല്ലേ സെർവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡോക്ടറായിട്ട് മാറാൻ റംഷീദക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക്സ്. താങ്ക് യു.